ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്നലെ എല്ലാ അമേരിക്കൻ ഇൻഡെക്സുകളും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റുകളും ഇന്നലെ ബെറ്റർ ആയിരുന്നു. ഇന്നലെ ഏഷ്യയിൽ നോക്കുകയാണെങ്കിൽ ജാപ്പനീസ് മാർക്കറ്റ് വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരുന്നത്. അതേസമയം ചൈനയിൽ ഇന്നലെ പല ഇൻഡെക്സുകളും 10 ഇയർ 4 ഇയർ ഹൈ ഒക്കെ ഹിറ്റ് ചെയ്തതിന് ശേഷം പ്രോഫിറ്റ് ബുക്കിങ്ങിൽ താഴെയാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഒപ്പം ഹോങ്കോങ്ങിലും ഇന്നലെ പുതിയ 52 വീക്ക് ഹൈ ഹിറ്റ് ചെയ്തതിന് ശേഷം ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നമ്മളും ഇന്നലെ പോസിറ്റീവ് ടെറിട്ടറിയിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നത്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സും അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഫണ്ടുകളും തന്നെയാണ് ഇന്നലെ മാർക്കറ്റിൽ വീണ്ടും ബൈ ചെയ്തിട്ടുള്ളത്. 366.69 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് വാങ്ങിയിട്ടുണ്ട്. അതേസമയം ഡൊമസ്റ്റിക് ഫണ്ടുകൾ 3326.5 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകളും വാങ്ങിയിട്ടുണ്ട്. ഇന്നലെ കമോഡിറ്റി സെക്ടർ നോക്കുകയാണെങ്കിൽ പൊതുവേ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് മോഡായിരുന്നു ഇന്നലെ കമോഡിറ്റി സെക്ടറിൽ അക്രോസ് ദ ഗ്ലോബ്. ഗോൾഡ് സിൽവറൊക്കെ മൈനർ പ്രോഫിറ്റ് ബുക്കിങ്ങിൽ താഴെ വന്നിരുന്നു. പക്ഷേ ഇന്ന് മോർണിംഗിൽ വീണ്ടും മുന്നേറുന്നൊരു സിറ്റുവേഷൻ ആണുള്ളത്. സ്പോട്ട് ഗോൾഡ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത് ഇന്നലത്തെ ക്ലോസിംഗ് ആയിട്ട് മോർണിംഗ് ക്ലോസിംഗ് ആയിട്ട് നോക്കുകയാണെങ്കിൽ താഴെയാണ്. പക്ഷേ ഇന്നലത്തെ ലോവർ ലെവലായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇന്ന് ബെറ്റർ ആയിട്ടാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. $3648 പെർ ഔൺസിനാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്ന് നല്ല രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന സിൽവർ ആണ്. ഇന്നലത്തെ ലോവിൽ നിന്ന് നല്ല രീതിയിലാണ് സിൽവർ ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. $42.06 പെർ ഔൺസ് ആണ് സ്പോട്ട് ഗോൾഡ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ കോപ്പർ, അലുമിനിയം, സിങ്ക് എല്ലാ കമ്മോഡിറ്റികളും ഇന്ന് സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ ഇന്ത്യൻ റുപ്പി US ഡോളറിന് അഗൻസ്റ്റ് ആയിട്ട് സ്ലൈറ്റ്ലി വീക്ക് ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നത്. 88.12 രൂപ പെർ ഡോളർ ആയിരുന്നു. അതോടൊപ്പം തന്നെ ഇന്നലെ അമേരിക്കയിൽ മേജറായിട്ട് മുന്നേറിയിട്ടുള്ള സ്റ്റോക്കുകൾ ഇന്റൽ കോർപ്പറേഷനാണ്. 23% ബെറ്റർ ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നത്. അതോടൊപ്പം തന്നെ എൻവിഡിയയും ബെറ്റർ ആയിട്ടുണ്ട്. എൻവിഡിയ ഇന്റൽ കോർപ്പറേഷനിൽ $5 ബില്യൺ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ജോയിന്റ് പ്രൊഡക്ഷൻ ആരംഭിക്കാൻ പോവുകയാണ്. ഇതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഇന്നലെ അമേരിക്കയിൽ പൊതുവെ ടെക്നോളജി സ്റ്റോക്കുകളിൽ കണ്ടിട്ടുള്ളത്. മെറ്റാ പ്ലാറ്റ്ഫോമും ബെറ്റർ ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നത്. പക്ഷേ ടെക്നോളജി സ്റ്റോക്കുകളെക്കാളും ഏറ്റവും കൂടുതൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് മറ്റ് കാറ്റഗറി സ്റ്റോക്കുകളാണ് അമേരിക്കയിൽ. ഒപ്പം എല്ലാ ഇൻഡെക്സുകളും റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ന് ബാങ്ക് ഓഫ് ജപ്പാൻ്റെ റേറ്റ് ഡിസിഷനാണ് എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളൊരു കാര്യമാണ്. കാരണം ഓഗസ്റ്റ് മാസത്തെ ഇൻഫ്ലേഷൻ ഡാറ്റ വന്നിരിക്കുന്നത് 2.7%. ജൂലൈയിൽ അത് 3.1% അതുകൊണ്ട് തന്നെ ജാപ്പനീസ് സെൻട്രൽ ബാങ്ക് 0.5% ഇൻട്രസ്റ്റ് റേറ്റ് കണ്ടിന്യൂ ചെയ്യുന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണുള്ളത്. അതേസമയം ജപ്പാനിലും ടെക്നോളജി സ്റ്റോക്കുകളൊന്ന് മുന്നേറാണ്. കാരണം എൻവിഡിയ ഇന്റൽ കോർപ്പറേഷൻ ജോയിന്റ് വെഞ്ചർ തീർച്ചയായിട്ടും ജാപ്പനീസ് ടെക്നോളജി കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ജപ്പാനിൽ ധാരാളം ഇന്റൽ കോർപ്പറേഷൻ്റെ ചിപ്പുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഇന്ന് മോർണിംഗിലുണ്ട്. ഇന്ന് മോർണിംഗിലും ജാപ്പനീസ് മാർക്കറ്റുകൾ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. മറ്റു മാർക്കറ്റുകൾ ചൈനീസ് മാർക്കറ്റുകൾ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവലിലാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. അതേസമയം ഹോങ്കോങ് സ്ലൈറ്റ്ലി ബെറ്റർ ആണ് ഇന്നലത്തെ ക്ലോസിംഗ് ആയിട്ട് വെച്ച് നോക്കുമ്പോൾ. ഇതൊക്കെയാണ് ഗ്ലോബൽ മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ്. ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് പോസിറ്റീവും നെഗറ്റീവായിട്ടുള്ള ന്യൂസ് ഫ്ലോസ് ഒക്കെ ഉണ്ട്. ഹിൻഡൻബർഗിൻ്റെ അലഗേഷൻസ് മുഴുവൻ ബേസ്ലെസ് ആണ്. അഡാനി ഗ്രൂപ്പ് കമ്പനികളൊന്നും തന്നെ ഒരു വയലേഷനും നടത്തിയിട്ടില്ല എന്നുള്ള ഒരു റിപ്പോർട്ടാണ് സെബിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുകയാണ് അഡാനി ഗ്രൂപ്പ് ഓഫ് കമ്പനികൾക്ക്. തീർച്ചയായിട്ടും നമുക്ക് അത് മുമ്പേ അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അലഗേഷൻസ് വരുന്നുണ്ട്. കാരണം ഇന്ത്യയിലത്തെ കോർപ്പറേറ്റുകൾ വലിയ രീതിയിൽ വളർന്നു പോകുന്നത് പല മൾട്ടിനാഷണൽ കമ്പനികൾക്കും അതുപോലെ തന്നെ പല രാജ്യങ്ങൾക്കും ഇഷ്ടമല്ല. അതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരുന്നു അഡാനിക്കെതിരായിട്ടുള്ള അലിഗേഷൻസ്. ഞാൻ അന്ന് മുതലേ ആ അലിഗേഷൻസ് ഉണ്ടായ അന്ന് മുതലേ എല്ലാ പോഡ്കാസ്റ്റിലും ഇത്തരത്തിലുള്ള ഇവൻറ്റുകൾ വരുമ്പോൾ അഡാനി കോർപ്പറേറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഫേവറബിൾ ആയിട്ട് വരുന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ തന്നെയാണ് നൽകിയിട്ടുണ്ടായിരുന്നത്. അതിനെ
വിൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ഡിസിഷൻ തന്നെയാണ് സെബിയുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത്. അപ്പോൾ അഡാനി ഗ്രൂപ്പ് ഓഫ് കമ്പനികളുടെ സ്റ്റോക്കുകൾക്ക് ഇന്നൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് ലഭിക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ക്രെഡിറ്റ് ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഫോർട്ട്നൈറ്റ് സെപ്റ്റംബർ ആദ്യത്തെ 2 ആഴ്ചയിൽ ക്രെഡിറ്റ് ഗ്രോത്ത് ഡെപ്പോസിറ്റ് ഗ്രോത്തിനെ ഓവർടേക്ക് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഇയർ ടു ഇയർ നോക്കുകയാണെങ്കിൽ സ്ലൈറ്റ്ലി വീക്ക് തന്നെയാണ്. എന്നിരുന്നാലും കഴിഞ്ഞ മാസങ്ങളത്തെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ പോസിറ്റീവാണ്. ഇത് പൊതുവെ ബാങ്കിങ് സ്റ്റോക്കുകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. ഒപ്പം നമ്മൾ ഓർഡർ ബാങ്കിങ് ന്യൂസും പോസിറ്റീവ് ന്യൂസ്ലൊക്കെ നോക്കുകയാണെങ്കിൽ ജോൺ കോക്കറിൽ വീണ്ടും ടാറ്റ സ്റ്റീലിന് ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. ടെക്സ്മാക്കോറയിൽ 87 കോടി രൂപ ഓർഡർ അൾട്രാടെക് സിമെന്റിൽ നിന്ന് ബാഗ് ചെയ്തിട്ടുണ്ട്. ആർഫിൻ ഇന്ത്യ 180 കോടി രൂപ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. അലുമിനിയം പ്രൊഡക്റ്റ് സപ്ലൈക്ക് വേണ്ടിയാണ്. ഇത് പോസിറ്റീവ് ന്യൂസാണ് ഈ കമ്പനികളെ സംബന്ധിച്ച്. ഫിൻടെക് ഫസ്റ്റ് രജിസ്ട്രാർ ആൻഡ് ട്രാൻസ്ഫർ ഏജന്റ് ആയിരിക്കാണ് ഗിഫ്റ്റ് സിറ്റിയിൽ. പോസിറ്റീവ് ന്യൂസാണ് ലോങ് റണ്ണിൽ. അതുപോലെ തന്നെ സാസ്കൻ ടെക് ഒരു JV വന്നിട്ടുണ്ട്. ഓട്ടോമോട്ടീവ് സൈബർ സെക്യൂരിറ്റി പ്രൊഡക്റ്റുകൾക്ക് വേണ്ടിയാണ്. പോസിറ്റീവാണ്. വാരി എനർജി ഒരു സബ്സിഡിയറി 76% സ്റ്റേക്ക് ഒരു സ്മാർട്ട് മീറ്റർ കമ്പനിയിൽ അക്വയർ ചെയ്തിട്ടുണ്ട്. വാരി എനർജീനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അതോടൊപ്പം തന്നെ US ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഡിസിഷൻ ഇന്ത്യനെ സംബന്ധിച്ച് ഒരു നെഗറ്റീവ് ന്യൂസാണ്. കാരണം ഇറാനിലെ ചബഹാർ പോർട്ട് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ലൈസൻസ് അടുത്ത 10 വർഷത്തേക്ക് ഇന്ത്യക്കായിരുന്നു. അപ്പോൾ ഇതുവരെ അതിന് സാങ്ഷനിൽ നിന്നൊക്കെ വേവർ ഉണ്ടായിരുന്നു. പക്ഷേ സെപ്റ്റംബർ 29 മുതൽ ആ വേവർ എടുത്ത് കളഞ്ഞിരിക്കുകയാണ്. ഇന്ത്യനെ സംബന്ധിച്ച്, ഇന്ത്യയുടെ ട്രേഡിനെ സംബന്ധിച്ച്, ഇമ്പോർട്ട് എക്സ്പോർട്ട് ട്രേഡിനെ സംബന്ധിച്ച് വളരെ നെഗറ്റീവായിട്ടുള്ള ന്യൂസാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മാർക്കറ്റ് ഒരു നെഗറ്റീവ് റിയാക്ഷൻ ഈ ന്യൂസിൻ്റെ ബേസിൽ കാണിക്കാനുള്ള സാധ്യതകളുണ്ട്. എന്നിരുന്നാലും ഇത്തരത്തിലുള്ള ഡിഫിക്കൽട്ട് സിറ്റുവേഷനൊക്കെ നമ്മൾ ഓവർകം ചെയ്യുന്നുള്ള എക്സ്പെക്റ്റേഷനാണുള്ളത്. എന്നിരുന്നാലും ഒരു മൈനർ വോളാറ്റിലിറ്റി നമുക്ക് മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാം. ഒപ്പം നമ്മൾ IPO മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ സജസ്റ്റ് ചെയ്തിരുന്ന ഓഹരികളൊക്കെ നല്ല രീതിയിലാണ് ഓവർ സബ്സ്ക്രിപ്ഷൻ നേടിയിരുന്നത്. ഇന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു ഓഹരി GK എനർജി ലിമിറ്റഡ് ആണ്. മെയിൻ ബോർഡ് IPO ആണ്. 153 അപ്പർ പ്രൈസ് ബാൻഡ് വരുന്നത്. ഇന്ന് ഓപ്പൺ ചെയ്യും. 23 ക്ലോസ് ചെയ്യാൻ പോകുന്നത്. വളരെ നല്ലൊരു IPO ആണ്. ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു IPO ആണ്. അപ്പോൾ IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്ന ഒരു IPO ആണ് GK എനർജി ലിമിറ്റഡ്. അതോടൊപ്പം തന്നെ മറ്റൊരു IPO, അതും മെയിൻ ബോർഡ് IPO ആണ്. സാത്വിക് ഗ്രീൻ എനർജി ലിമിറ്റഡ് ആണ്. സോളാർ മോഡ്യൂൾ രംഗത്തുള്ളൊരു കമ്പനിയാണ്. തീർച്ചയായിട്ടും വളരെ നല്ലൊരു IPO ആണ്. എല്ലാ ഫണ്ടമെൻ്റൽ പാരാമീറ്റേഴ്സും വളരെ ഫേവറബിൾ ആണ്. 2 രൂപയാണ് ഫേസ് വാല്യൂ വരുന്നത്. ഈ IPOയിൽ അപ്ലൈ ചെയ്യുന്ന നന്നായിരിക്കും. അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. ഇന്ന് ഓപ്പൺ ചെയ്ത് 23-ാം തീയതിയാണ് ഈ ഇഷ്യൂ ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ ഈ IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന്, മെയിൻ ബോർഡ് IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്ന ഒരു IPO ആണ്. ഞാൻ ഇന്നലെ സജസ്റ്റ് ചെയ്തിരുന്ന JD കേബിൾസ് 3.15 ടൈംസ് ഫസ്റ്റ് ഡേ തന്നെ ഓവർ സബ്സ്ക്രൈബ്ഡ് ആണ്. തിങ്കളാഴ്ച വരെയുണ്ട്. ഈ IPOയിലും അപ്ലൈ ചെയ്യുന്ന നന്നായിരിക്കും. അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു IPO ആണ് JD കേബിൾസ്. BSE SMEയിലാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ്. തീർച്ചയായിട്ടും ഒരു വൊളാറ്റിലിറ്റി നമുക്ക് മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാം. പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് ഒക്കെ ഉണ്ട്. എന്നിരുന്നാലും അഡാനി ഗ്രൂപ്പ് കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഇമ്പാക്റ്റ് തന്നെയാണ് നൽകാൻ പോകുന്നത്. നിഫ്റ്റിയിൽ പാർട്ടിസിപ്പേഷനുള്ള കമ്പനികളുണ്ട്. അഡാനി എൻ്റർപ്രൈസസ്, അതുപോലെ തന്നെ അഡാനി പോർട്ടൊക്കെ. അതുകൊണ്ട് തന്നെ നിഫ്റ്റിയിൽ അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റും കണ്ടേക്കാം. എന്നിരുന്നാലും ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് വഷളാവുന്നത്, അതുപോലെ തന്നെ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ചബഹാർ പോർട്ട് സാങ്ഷൻ വേവർ, ഇത്തരത്തിലുള്ള റീസൺസൊക്കെ മാർക്കറ്റിലൊരു വൊളാറ്റിലിറ്റി ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.